ഗാന്ധി രാമഭക്തനായിരുന്നു. രാമരാജ്യം വേണമെന്ന് ആഗ്രഹിച്ച ആളായിരുന്നു. രാമരാജ്യം മുസ്ലിം വിരോധത്തിലുള്ള രാജ്യമല്ല. രാമനെ മുസ്ലിങ്ങള് അനാദരിക്കുന്നില്ല, ആദരിക്കുകയാണ്. രാമന്റെ ഭക്തനായിരുന്നു ഗാന്ധി എന്നതിന്റെ തെളിവ് നാഥുറാം വിനായക് ഗോഡ്സെയുടെ വെടിയേറ്റുകൊണ്ട് ഡൽഹിയിലെ ബിർള മന്ദിരത്തിന്റെ ഉമ്മറത്ത് ഗാന്ധി പെടഞ്ഞു വീണ് മരിക്കുമ്പോ നാഥുറാം വിനായക് ഗോഡ്സെ എന്ന RSSകാരൻ വെടിവെച്ചപ്പോ ആ വെടിയേറ്റുകൊണ്ട് ഗാന്ധിജി ചോര ഛർദ്ദിച്ചുകൊണ്ട് ഡൽഹിയിലെ ബിർള മന്ദിരത്തിന്റെ ഉമ്മറത്ത് ഗാന്ധി മരിക്കുന്ന സമയത്ത് ഗാന്ധി വിളിച്ചതെന്താണെന്നറിയോ? റാം റാം റാം. ഈ 3 ശബ്ദം പറഞ്ഞിട്ടാണ് ഗാന്ധി മരണപ്പെട്ടു പോയത്. അതാണ് രാമഭക്തനായിരുന്നു ഗാന്ധി. ആ ഗാന്ധിയാ പറഞ്ഞത്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോ ജവഹർലാൽ നെഹ്റു, BR അംബേദ്കർ, മൗലാന അബുൽ കലാം ആസാദ്, മഹാത്മാഗാന്ധി ഈ 4 ആളും കൂടി ഒരു മീറ്റിംഗ് കൂടി. എന്നിട്ട് തീരുമാനിച്ചു, നമുക്കിപ്പോ ഇന്ത്യക്ക് നല്ലൊരു ഭരണഘടന വേണം. ഗാന്ധി രാമഭക്തനായിരുന്നു. രാമരാജ്യം വേണമെന്ന് ആഗ്രഹിച്ച ആളായിരുന്നു. രാമരാജ്യം മുസ്ലിം വിരോധത്തിലുള്ള രാജ്യമല്ല. രാമനെ മുസ്ലിങ്ങള് അനാദരിക്കുന്നില്ല, ആദരിക്കുകയാണ്. രാമന്റെ ഭക്തനായിരുന്നു ഗാന്ധി എന്നതിന്റെ തെളിവ് നാഥുറാം വിനായക് ഗോഡ്സെയുടെ വെടിയേറ്റുകൊണ്ട് ഡൽഹിയിലെ ബിർള മന്ദിരത്തിന്റെ ഉമ്മറത്ത് ഗാന്ധി പെടഞ്ഞു വീണ് മരിക്കുമ്പോ നാഥുറാം വിനായക് ഗോഡ്സെ എന്ന RSSകാരൻ വെടിവെച്ചപ്പോ ആ വെടിയേറ്റുകൊണ്ട് ഗാന്ധിജി ചോര ഛർദ്ദിച്ചുകൊണ്ട് ഡൽഹിയിലെ ബിർള മന്ദിരത്തിന്റെ ഉമ്മറത്ത് ഗാന്ധി മരിക്കുന്ന സമയത്ത് ഗാന്ധി വിളിച്ചതെന്താണെന്നറിയോ? റാം റാം റാം. ഈ 3 ശബ്ദം പറഞ്ഞിട്ടാണ് ഗാന്ധി മരണപ്പെട്ടു പോയത്. അതാണ് രാമഭക്തനായിരുന്നു ഗാന്ധി. ആ ഗാന്ധിയാ പറഞ്ഞത്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോ ജവഹർലാൽ നെഹ്റു, BR അംബേദ്കർ, മൗലാന അബുൽ കലാം ആസാദ്, മഹാത്മാഗാന്ധി ഈ 4 ആളും കൂടി ഒരു മീറ്റിംഗ് കൂടി. എന്നിട്ട് തീരുമാനിച്ചു, നമുക്കിപ്പോ ഇന്ത്യക്ക് നല്ലൊരു ഭരണഘടന വേണം.